നമസ്കാരം. ഡൽഹി സർവകലാശാല പ്രൊഫസറെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ പോലീസ് പിടിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദമ്പതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പ്രതികൾ ബംഗാളിൽ നിന്ന് 1400 കിലോമീറ്റർ സഞ്ചരിച്ച് ഡൽഹിയിലെത്തി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ബർദമാനിൽ നിന്ന് അറസ്റ്റിലായ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 3 ദിവസം കൊണ്ടാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത്. ശിവാജി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ദേവോസ്മിത പോളിനെ ബുധനാഴ്ചയാണ് ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കിഴക്കൻ ഡൽഹിയിലെ വസുന്ധര എൻക്ലേവിലുള്ള സത്യം അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു യുവതി. സഹോദരിയാണ് ദേവോസ്മിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി വ്യാഴാഴ്ച പോലീസിനെ അറിയിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ബംഗാളിലെ ബർദമാനിൽ നിന്നാണ് പ്രതികളായ രാം പ്രസാദ് ദാസ്, ബൻശ്രീ ദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പ്രായപൂർത്തിയാകാത്ത മകനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദമ്പതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നും തുടർ നടപടികൾക്കായി ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ ഡൽഹി പോലീസ് ട്രാൻസിറ്റ് റിമാൻഡ് ആവശ്യപ്പെടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ദേവോസ്മിത പോളിനെ കാണാനെന്ന വ്യാജേനയാണ് പ്രതികൾ ഡൽഹിയിലെത്തിയത്. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിനു ശേഷം 2022 ദേവോസ്മിത ഭർത്താവുമായി പിരിഞ്ഞിരുന്നു. ഭർത്താവ് ബംഗളൂരുവിലായിരുന്നതിനാൽ ഇവർ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. കഴിഞ്ഞ ബുധനാഴ്ച മുഖംമൂടി ധരിച്ച പ്രതികൾ ദേവോസ്മിതയുടെ ഫ്ളാറ്റ് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ചില ബാഗുകളുമായി ടാക്സി വാഹനത്തിലാണ് ഇവർ എത്തിയത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ പ്രായപൂർത്തിയാകാത്ത മകനെയും കൂടെ കൂട്ടിയിരുന്നു. ലിഫ്റ്റിന് പകരം പടികൾ കയറിയാണ് ഇവർ 6ാം നിലയിലെത്തിയത്. വളരെ സൗഹാർദ്ദപരമായാണ് ഇവർ വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നും തങ്ങളുടെ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷം വസ്ത്രം മാറി ഏകദേശം 30 മിനിറ്റിനുള്ളിൽ പ്രതികൾ മടങ്ങിയെത്തുകയും താഴെ കാത്തുനിന്ന് കാറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. ടാക്സി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച ഈ ഹൗസിംഗ് കോംപ്ലക്സ് സന്ദർശിച്ച 200 പേരിൽ നിന്ന് സംശയിക്കപ്പെടുന്ന 13 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി ഇതിൽ നിന്ന് ആളുകളെ ചോദ്യം ചെയ്യുകയായിരുന്നു. കൂടാതെ 7 പോലീസ് സംഘങ്ങൾ 4 സംസ്ഥാനങ്ങളിലായി റെയ്ഡ് നടത്തുകയും 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതാണ് കേസ് തെളിയിക്കാൻ സഹായകമായത്. ഒടുവിൽ ബർദമാനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം വ്യക്തമായത്. അമ്മ വഴിയുള്ള മുത്തശ്ശൻ്റെ മരണശേഷം ദേവോസ്മിതയ്ക്ക് പശ്ചിമ ബംഗാളിൽ പാരമ്പര്യമായി ലഭിച്ച ഒരു സ്വത്തുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ വില മതിക്കുന്നതായിരുന്നു ഈ സ്വത്ത്. പ്രതികൾ ആ വീട്ടിലെ വാടകക്കാരായിരുന്നു. മാത്രമല്ല അവർ ആ വീട് കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. എന്നാൽ ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് ദേവോസ്മിത ഇവരുടെ മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വത്ത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദമ്പതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ദേവോസ്മിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം സഹോദരി ദേവാരതി പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇവരുടെ ഫ്ളാറ്റ് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സഹോദരിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ദേവാരതി വീട് ബലമായി തുറന്നകത്ത് കയറുകയായിരുന്നു. തുടർന്നാണ് സഹോദരിയുടെ മൃതദേഹം അകത്ത് കിടക്കുന്നത് കണ്ടത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ദേവോസ്മിതയുടെ തലയ്ക്ക് കനത്ത വസ്തു കൊണ്ട് അടിയേറ്റതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. കയ്യിലെ ഞരമ്പുകൾ മുറിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ വീട്ടിലെ ആഭരണങ്ങളും പണവും യഥാസ്ഥാനത്ത് കണ്ടതിനാൽ ഇതിൽ കവർച്ചാ ഉദ്ദേശമില്ലെന്ന് പോലീസ് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പോലീസ് കേസ് അതിവേഗത്തിൽ അന്വേഷിച്ചത്. പ്രതികളെ അറസ്റ്റ് ചെയ്തതായും കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങളുടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി അന്വേഷണം തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ നിയമ നടപടികളും പുരോഗമിക്കുകയാണ്.